കൊന്നിച്ചു സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ പറയട്ടെ, കാരണം കുറച്ച് ദിവസങ്ങളെ നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ 25-ാം തീയതി. കല്യാണം പ്രമാണിച്ച് എനിക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നും തന്നെ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്ര നാൾ വീഡിയോസ് ഒന്നും വരാഞ്ഞത്. എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോസ് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 297 ആണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ മറക്കണ്ട. അതേപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുറന്നു നിർത്തുന്നത് നമ്മുടെ വെനീക്ക ചോരയൊക്കെ ഛർദ്ദിക്കുവാണ്. നോയിലയുടെ ഡ്രാഗൺ നമ്മുടെ വെനീക്കിനെ പൂർണ്ണമായിട്ടും പിടിച്ചു വെച്ചേക്കാണ്. അതേ സ്ഥാനം വെനീക്ക ഇതെല്ലാം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വെനീക്ക പുള്ളിക്കാരുടെ മാജിക് യൂസ് ചെയ്ത് നോയിലയുടെ ആ ഡ്രാഗനെ ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യും. എന്നിട്ട് നമ്മുടെ നോയിലയുടെ പുറകെ കുറെ അധികം അറ്റാക്സും ചെയ്യും. അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ നോയില ഡോട്ട് ചെയ്ത് മാറിയിട്ട് നമ്മുടെ വെനീക്കിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓരോ അറ്റാക്കും വെനീക്ക വളരെയധികം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെ ആ ഒരു ബാറ്റിൽ ഒരു വൺ സൈഡ് ബാറ്റിലായിട്ട് മാറുന്നുണ്ടായിരുന്നു. നമ്മുടെ വെനീക്കിനെ നോയില പൂർണ്ണമായിട്ടും കോർണർ ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. വെനീക്ക എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് നോയില അതൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്ത് അതൊക്കെ സർപ്പാസ് ചെയ്തുകൊണ്ട് അവസാനം നമ്മുടെ വെനീക്കിനെ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തുന്നുണ്ട്. വെനീക്ക, നീ ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, കാരണം നീ എന്റെ ഫ്രണ്ടിൽ തോറ്റിരിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെനീക്കയുടെ മേത്ത് കയറി നമ്മുടെ നോയില പുള്ളിക്കാരുടെ സോഡും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. തന്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും മേലാഞ്ഞിട്ടും ചോരയിലൊക്കെ കുളിച്ച് കിടന്നിട്ടും അതെല്ലാം നമ്മുടെ വെനീക്ക നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയുകയും ചെയ്യും, ഇതെന്താണ് ഈ ഫീലിംഗ് നോയില? ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്നാലും എന്നെ ചേസ് ചെയ്തു, എന്നെ പുറകിലാക്കി. ഇനി ഞാനല്ലേ നിന്നെ ചേസ് ചെയ്യേണ്ടത്? എങ്കിലേ നമ്മൾ റൈവൽസ് ആകത്തുള്ളല്ലോ. അതിന് ഞാൻ നിന്നെ ഇവിടെ വിടട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വെനീക്കനെ കൊല്ലാൻ വേണ്ടി നോയില പുള്ളിക്കാരുടെ സോഡ് ഇങ്ങനെ വീശുകയും ചെയ്യും. പെട്ടെന്ന് നമ്മുടെ വെനീക്കയുടെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ പറയുകയും ചെയ്യും, വെനീക്ക, നീ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ അത് മാത്രം പോരാ. പുള്ളിക്കാരുടെ ലെഫ്റ്റ് കണ്ണിൽ നിന്ന് കുറെ അധികം ഡാർക്ക്നെസ് പുറത്തേക്ക് വന്ന് നമ്മുടെ നോയിലിനെ വലിച്ച് മേലിലേക്ക് പൊക്കുന്നുണ്ട്. ലൂസിഫറേയും ബാക്കിയുള്ളവർ ആരും തന്നെ നമ്മളെ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ലാതെ ഒരേ സെക്സിലുള്ള 3 പവർഫുൾ ആയുള്ള മേജേഴ്സ് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എന്റെ എല്ലാ പ്രിപ്പറേഷനും കറക്റ്റായിട്ട് മാറി. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ വന്നു. ഇതേ സമയം നമ്മുടെ ഷാർലറ്റിന്റെ റോസൊക്കെ ഇല്ലേ, അതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതാരാണ്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ മേഗിക്കുള്ളയായിരുന്നു. പുള്ളിക്കാരി വെനീക്കയുടെ ശരീരം പൂർണ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരുടെ റൈറ്റ് സൈഡ് ഇങ്ങനെ മേഗിക്കുള്ള നിൽക്കുവാണ്. വെനീക്കിനെ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അവളോട് എനിക്ക് ചെറിയ സിമ്പതിയൊക്കെ ഉണ്ട്. പക്ഷേ വെനീക്ക ലൊലിപ്പിക്ക മരിച്ചാൽ മാത്രമേ എന്റെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഈ ദിവസം നമ്മുടെ ലൊലിപ്പിക്കയുടെ ചുറ്റിനും കുറെ അധികം ഡാർക്ക്നെസ് വന്ന് പുള്ളിക്കാരനെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൊലിപ്പിക്കനെ ഒരു കംപ്ലീറ്റ് ഡെവിലായിട്ട് നമ്മുടെ മെഗിക്കുള്ള മാറ്റുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയുകയും ചെയ്യും, എന്തായാലും അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം കൂടെ ഞാൻ തരാം. നിങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാൽ അതത്ര കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, കാരണം എല്ലാവരും ഒരുമിച്ചല്ലേ അങ്ങോട്ട് പോകത്തുള്ളൂ. എന്നാൽ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന നോയിലിനെ കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയുള്ള അവസാനിക്കുന്നത്. ഇനി നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ തന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട.